എൻ.ഡി.എയുടെ സംസ്ഥാന നേതൃക്യാമ്പ് അല്പസമയത്തിനകം കൊച്ചിയിൽ ആരംഭിക്കും. കളമശ്ശേരി ചക്കോളാസ് കൺവെൻഷൻ സെന്ററിലാണ് എൻ.ഡി.എ സംസ്ഥാന ചെയർമാൻ രാജീവ് ചന്ദ്രശേഖർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുക. ബി.ഡി.ജെ.എസിന്റെ സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി അധ്യക്ഷത വഹിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങളാണ് ക്യാമ്പിൽ ചർച്ചയാവുക. നിഷ ചേരുന്നുണ്ട് അവിടെ നിന്നും. നിഷ, എപ്പോഴാണ് ഈ ക്യാമ്പ് ആരംഭിക്കുക? ഒപ്പം സുപ്രധാനമായ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് രീതിയിൽ പയറ്റിത്തെളിയണം എന്നതാകുമല്ലോ ഈ ക്യാമ്പിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. ഗൗതം, അല്പസമയത്തിനകം തന്നെ കളമശ്ശേരിയിൽ എൻ.ഡി.എ സംസ്ഥാന നേതൃക്യാമ്പ് ആരംഭിക്കും. നേതാക്കൾ എല്ലാവരും തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ എൻ.ഡി.എ ചെയർമാൻ രാജീവ് ചന്ദ്രശേഖർ അല്പസമയത്തിനകം തന്നെ എത്തും. ഘടകകക്ഷി നേതാക്കൾ അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ കളമശ്ശേരി ചാക്കോളാസ് കൺവെൻഷൻ സെന്ററിൽ എൻ.ഡി.എ സംസ്ഥാന നേതൃക്യാമ്പിന് തുടക്കമാകും. ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ചർച്ചകൾ ഒരു പക്ഷേ ഈ നേതൃയോഗത്തിലുണ്ടാകും. എങ്കിൽ പോലും ഇവിടെയുള്ള സംസ്ഥാന നേതാക്കളടക്കം നൽകുന്നൊരു സൂചന എന്ന് പറയുന്നത് ചെറുകക്ഷികളുമായുള്ള ഘടകകക്ഷികളുമായുള്ള സീറ്റ് നിർണയ ചർച്ചകളൊക്കെ ഏകദേശം ധാരണയായിട്ടുണ്ട്. ഇനി ബി.ഡി.ജെ.എസുമായുള്ള ചർച്ചകളാണ് നടക്കേണ്ടത്. എന്തായാലും സംസ്ഥാനത്തെ 280 നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള മണ്ഡലം പ്രസിഡന്റുമാർ, ഒപ്പം തന്നെ ജില്ലാ പ്രസിഡന്റുമാർ അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ രാജീവ് ചന്ദ്രശേഖർ എത്തും. അതോടുകൂടി എൻ.ഡി.എ സംസ്ഥാന നേതൃക്യാമ്പിന് തുടക്കമാകും. എന്തായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങൾ ചർച്ചയാകും. എന്തായാലും ബി.ഡി.ജെ.എസുമായുള്ള സീറ്റ് വിഭജന ചർച്ചകൾ ഏകദേശം ധാരണയായിട്ടുണ്ടെങ്കിലും അതിന് അവസാന വട്ട ചർച്ചകളിലും ഒരുപക്ഷേ ഈ നേതൃക്യാമ്പിൽ ഉണ്ടാകുമെന്നുള്ള ചില സൂചനകളും ലഭിക്കുന്നുണ്ട്. എന്തായാലും എൻ.ഡി.എ സംബന്ധിച്ചിടത്തോളം എ ക്ലാസ് മണ്ഡലങ്ങൾ, തൃപ്പൂണിത്തുറ അടക്കമുള്ള എ ക്ലാസ് മണ്ഡലങ്ങളുണ്ട്. ഇവിടെ ആരായിരിക്കണം സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിലുള്ള തീരുമാനങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും കോൺഗ്രസിൻ്റെ സീറ്റ് നിർണയ ചർച്ചകൾ നടക്കുന്നുണ്ട്. തൃപ്പൂണിത്തുറ മണ്ഡലം ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം എ ക്ലാസ് മണ്ഡലം തന്നെയാണ്. വളരെയധികം പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന ഒരു മണ്ഡലമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ബി.ജെ.പി ആണ് തൃപ്പൂണിത്തുറ നഗരസഭ ഭരിക്കുന്നത്. എന്തായാലും തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലം എ ക്ലാസ് മണ്ഡലമാണ്. ആ എ ക്ലാസ് മണ്ഡലത്തിൽ ഈ കോൺഗ്രസിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ കുത്തകയായിരുന്ന മണ്ഡലം കെ ബാബു മത്സരിക്കുന്നില്ല എന്ന ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. സിനിമാ താരങ്ങളെ അടക്കം അവിടെ മത്സരിപ്പിക്കാനായി കോൺഗ്രസ് തയ്യാറെടുക്കുമ്പോൾ സുപ്രധാന സീറ്റായി കാണുന്ന, അല്ലെങ്കിൽ ഏറ്റവും അധികം പ്രതീക്ഷ വെച്ച് വളരെ നിർണായകമായ ഒരു നേതൃക്യാമ്പാണ് കളമശ്ശേരിയിൽ ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നത്. അല്പസമയത്തിനകം ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനും എൻ.ഡി.എ ചെയർമാനുമായ രാജീവ് ചന്ദ്രശേഖർ ആ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവിഷ്കരിക്കേണ്ട തന്ത്രങ്ങൾ, ഒപ്പം ഘടകകക്ഷികൾ തമ്മിലുള്ള സഹകരണം, സീറ്റ് വിഭജനം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ക്യാമ്പിൽ ചർച്ചാ വിഷയമാകുമെന്നാണ് നിഷ ദിലീപ് വ്യക്തമാക്കുന്നത്.